മൊഡ്യൂൾ 3 അസൈൻമെൻറ്റ് ചെയ്യുന്നതിനായി ആദ്യമായി നമ്മൾ ഇംപ്രസ് തുറക്കുകയാണ്. ഇത് ക്ലോസ് ചെയ്യാം. നമുക്ക് ആദ്യമായിട്ട് ഒരു ബ്ലാങ്ക് ലേഔട്ടാണ് വേണ്ടത്. ഇപ്പോൾ ലേഔട്ടിൽ ഇവിടെ ബ്ലാങ്ക് ക്ലിക്ക് ചെയ്യുന്നു. ഇതിലേക്ക് നമുക്ക് ചിത്രം റിസോഴ്സിൽ തന്നിട്ടുള്ള ചിത്രം കൊണ്ടുവരണം. ഇൻസേർട്ടിൽ ഇമേജ്, ഞാൻ ഡൗൺലോഡ്സ് തന്നെയാണ് എൻ്റെ അസൈൻമെൻറ്റ് 3 ഉള്ളത്. അസൈൻമെൻറ്റ് 3-ക്കകത്തുള്ള റിസോഴ്സിനകത്ത് QUIZ.png എന്ന ചിത്രം ഉൾപ്പെടുത്താനാണ്. അതിനുവേണ്ടി ഇതിൻ്റെ നടുവിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്കിങ്ങനെ ഡ്രാഗ് ചെയ്യാം. രണ്ടാമത്തെ സ്ലൈഡ് കിട്ടുന്നതിനായി സ്ലൈഡിൽ ന്യൂ സ്ലൈഡ്, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഗ്രേഡിയൻറ്റ് കളറാക്കണം. അതിനുവേണ്ടി പ്രോപ്പർട്ടീസിലുള്ള ബാക്ക്ഗ്രൗണ്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഈ പ്രോപ്പർട്ടീസ് ഇവിടെ കാണുന്നില്ലെങ്കിൽ ഈ ആരോയിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഗ്രേഡിയൻറ്റ് എന്നെടുക്കുക. രണ്ട് കളർ ഇപ്പോൾ തന്നെ മിക്സായി വന്നിട്ടുണ്ട്. കളർ മാറ്റണമെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായത് ഇങ്ങനെ ഞാൻ രണ്ട് കളർ നൽകി. ഇതിലേക്ക് ഇനി നമ്മൾ ഒരു ചോദ്യം ഉൾപ്പെടുത്തുക. അത് ജെമിനി AI ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്. അതിനുവേണ്ടി നമ്മൾ ഏതെങ്കിലും ഒരു വെബ് ബ്രൗസറിൽ പോയിട്ട് ജെമിനി സെർച്ച് ചെയ്യണം. ഗൂഗിൾ ജെമിനി. ഇവിടെ നമ്മൾ നൽകാനുള്ള പ്രോംപ്റ്റ് സാമ്പിളായിട്ട് നൽകിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ മാറ്റങ്ങൾ വരുത്താം. ഞാനിവിടെ ഈ സാമ്പിൾ പ്രോംപ്റ്റ് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ്. എല്ലാവരും ഇങ്ങനെ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായൊരു പ്രോംപ്റ്റ് നിർമ്മിച്ചുകൊണ്ട് നൽകാവുന്നതാണ്. ദെൻ അത് പേസ്റ്റ് ചെയ്തു, സബ്മിറ്റ് ചെയ്തു. ചോദ്യം നമുക്ക് കിട്ടി. ഇത് ഉൾപ്പെടുത്തുന്നതിനായി നമ്മുടെ സ്ലൈഡിൽ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് വരുത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി ഇവിടെ ഷേപ്സ് ഉണ്ട്. ഇൻസേർട്ട് മെനുവിൽ ഷേപ്പ്, ഇൻസേർട്ട്, ഷേപ്പ്, ബേസിക് ഷേപ്സ്, റെക്റ്റാങ്കിൾ, റൗണ്ടഡ്. ഇനി ഇവിടെ ഒരു റൗണ്ടഡ് റെക്റ്റാങ്കിൾ നമ്മൾ വരയ്ക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ കളറ് മാറ്റാൻ ഈ പ്രോപ്പർട്ടീസിൽ കളർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് അനുയോജ്യമായ കളർ നൽകാം. ഇതിന് ഷാഡോ എഫക്റ്റ് നൽകാനും പറഞ്ഞിട്ടുണ്ട്. ഷാഡോ എന്ന് താഴെ കാണാം. ഇതിൽ എനാബിൾ എന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മളിത് രണ്ടും നൽകി. ഇനി നമ്മൾ ജെമിനി AIയുടെ സഹായത്തോടെ തയ്യാറാക്കിയ ചോദ്യം ഇതിലേക്ക് നൽകണം. നമ്മൾ ഇവിടെ ചോദ്യം നമ്പർ ഉൾപ്പെടെ സെലക്ട് ചെയ്യുന്നു, കോപ്പി ചെയ്യുന്നു, ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് അത് പേസ്റ്റ് ചെയ്യുന്നു. ഇതിൻ്റെ ഫോണ്ട് സൈസ്, ഫോണ്ട് എന്നൊക്കെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് സെലക്ട് ചെയ്യുക. ഫോണ്ട് ഇവിടെ നിന്ന് മാറ്റാം. ഇതാണ് ഫോണ്ട് പറഞ്ഞിട്ടുള്ളത്. സൈസ് പറഞ്ഞിട്ടുള്ളത് 20 ആണ്. 20 ആക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഓപ്ഷൻസ് വരുന്നതിനായി 3 റെക്റ്റാങ്കിൾ വരയ്ക്കണം. റൗണ്ട് റെക്റ്റാങ്കിൾ, ഇൻസേർട്ട്, ഷേപ്സ്, ബേസിക് ഷേപ്പ്, റെക്റ്റാങ്കിൾ, റൗണ്ടഡ്. മാതൃകയിലുള്ളതുപോലെ ഒരു റെക്റ്റാങ്കിൾ വരച്ചതിന് ശേഷം ക്ലിക്ക് ചെയ്തിട്ട് Ctrl+C എടുത്ത് Ctrl+V അടിച്ചാൽ നമുക്ക് ഒരു റെക്റ്റാങ്കിൾ കൂടെ വരും. അതല്ലെങ്കിൽ വേറെ വരക്കുകയും ചെയ്യാം. Ctrl+C, Ctrl+V. അങ്ങനെ 3 റെക്റ്റാങ്കിളായി. ഇതിൻ്റെ കളർ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഞാനിവിടെ വൈറ്റ് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് ഓപ്ഷൻസ് കൊണ്ടുവരണം. ഒന്നാമത്തെ ഓപ്ഷൻ ഹ്യൂമറസ് എന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ തെറ്റാണെന്ന് കാണിച്ചു. എന്തായാലും നമുക്ക് ഈ മൂന്ന് ഓപ്ഷൻസും നമ്മൾ അവിടെ ടൈപ്പ് ചെയ്യണം. ഇവിടെ ടൈപ്പ് ചെയ്താൽ മതി. ഒന്ന് ടൈപ്പ് ചെയ്തു, അടുത്തത് നോക്കുക, സ്കള്ള്. 2 ചെയ്തു. മൂന്നാമത്തത് 3 ഓപ്ഷൻസും ടൈപ്പ് ചെയ്തു. ഇനി ഇതിൻ്റെ ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ഒക്കെ നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് ചെയ്യാം. രണ്ടാമത്തെ B ഓപ്ഷനാണ് ശരിയായ ഉത്തരം. അപ്പോൾ ശരിയായ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ പശ്ചാത്തല നിറം പച്ച ആകുന്ന വിധത്തിൽ
തെറ്റായ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ പശ്ചാത്തല നിറം ചുവപ്പാകുന്ന വിധത്തിലും അനിമേഷൻ എഫക്റ്റ് നൽകും. ശരിയായ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു, അനിമേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു, ആഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു, കാറ്റഗറി എന്നുള്ളിടത്ത് എംഫസിസ് ക്ലിക്ക് ചെയ്യുന്നു, ചേഞ്ച് ഫിൽ കളർ എന്ന് ക്ലിക്ക് ചെയ്യുന്നു, ഓൺ ക്ലിക്ക് കൊടുക്കുന്നു. ഫിൽ കളർ എന്നുള്ളതിൽ കളറ് നമ്മൾ പച്ചയാക്കുന്നു. ഇനി ചെയ്യാനുള്ളത് ഇതിൻ്റെ നേരെ ഉള്ള ഈ ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്യുക, ടൈമിംഗ് എന്നത് ക്ലിക്ക് ചെയ്യുക, ട്രിഗർ എന്നുള്ളത് സ്റ്റാർട്ട് എഫക്റ്റ് ഓൺ ക്ലിക്ക് ഓഫ് എന്നത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഷേപ്പ് 3 സ്കൾ എന്നത് ഷേപ്പ് 3 ആണ് കാണുന്നത് അതിൽ. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഗ്രീൻ കളർ ആവുകയുള്ളൂ. ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സ്ലൈഡ് ഷോയിൽ കറണ്ട് സ്ലൈഡ് ക്ലിക്ക് ചെയ്യുന്നു. അതേസമയം ഇവിടെ ഇവിടെ ക്ലിക്ക് ചെയ്താൽ അത് പച്ചയാവും. ഇനി ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യണം? അത് ചുവപ്പായി മാറണം. അതിനു വേണ്ടി ഈ ഷേപ്പിൽ ക്ലിക്ക് ചെയ്യുന്നു, അനിമേഷനിൽ ക്ലിക്ക് ചെയ്യുന്നു, ആഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇത് ഷേപ്പ് 2 ആണ്. അത് നമുക്ക് എംഫസിസ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം, ചേഞ്ച് ഫിൽ കളർ, ഓൺ ക്ലിക്ക് എന്നതിൽ കളറ് നമുക്ക് റെഡായി നൽകാം. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ടൈമിംഗ് എന്നതിൽ സ്റ്റാർട്ട് എഫക്റ്റ് ഓൺ ക്ലിക്ക് ഓഫ് ഷേപ്പ് ഹ്യൂമറസ് എന്ന ഷേപ്പ് 2 ആണ്. ഓക്കെ ക്ലിക്ക് ചെയ്യാം. ഇനി ഇതും അതുപോലെ തന്നെ ചെയ്യാം. ആഡ് ക്ലിക്ക് ചെയ്യുന്നു. ഇത് ഷേപ്പ് 4 ആണ്. എംഫസിസ്, ചേഞ്ച് ഫിൽ കളറ് റെഡ് തന്നെ. ഓപ്ഷൻസിൽ ടൈമിങ്ങിൽ സ്റ്റാർട്ട് എഫക്റ്റ് ഓൺ ക്ലിക്ക് ഓഫ് ഷേപ്പ് 4. ഓക്കെ ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്ക് നോക്കാം. സ്ലൈഡ് ഷോ ഇത് വന്നു. നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്താൽ ചുവപ്പ് വരുന്നു, ഇതിൽ ക്ലിക്ക് ചെയ്താൽ പച്ച വരുന്നു, ഇതിൽ ക്ലിക്ക് ചെയ്താൽ ചുവപ്പ് വരുന്നു. ഇതാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് 3 മുതൽ 6 വരെ സ്ലൈഡുകൾ ഉണ്ടാക്കേണ്ടതുണ്ട്. സ്ലൈഡിൽ ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ് 3ാമത്തെ വന്നു. ഇനി ചോദ്യവും ഉത്തരങ്ങളും മാറ്റിയാൽ മതിയല്ലോ. അപ്പോൾ നമ്മുടെ ജെമിനിയിൽ തയ്യാറാക്കിയിട്ടുള്ള 1ാമത്തെ ചോദ്യം ഇവിടെ ഉണ്ട്. നെക്സ്റ്റ് അടിച്ചാൽ 2ാമത്തെ ചോദ്യം കിട്ടും. ഈ ചോദ്യങ്ങൾ കോപ്പി ചെയ്യുക, ഉത്തരങ്ങൾ അതുപോലെ നമുക്ക് സ്ലൈഡിലേക്ക് കൊണ്ടുവരാം. 2ാമത്തെ സ്ലൈഡിലേക്ക് ഇതൊക്കെ മാറ്റി ചെയ്യാം. പക്ഷേ അനിമേഷൻസ് നമുക്ക് ഏതാണോ ശരിയുത്തരം അതിന് നേരത്തെ പറഞ്ഞ പോലെ ചെയ്യണം. അതല്ലെങ്കിൽ ഇപ്പോൾ ഇതിൽ ശരിയുത്തരം ഇതാണ്, അപ്പോൾ നമുക്ക് ഇത് ഇങ്ങോട്ട് മാറ്റി ഇവിടെയാണ് ശരിയുത്തരം വരുന്നതെന്നുണ്ടെങ്കിൽ ഇത് അങ്ങോട്ട് മാറ്റിയിട്ടും ചെയ്യാം. അപ്പോൾ നമുക്ക് ആ വർക്ക് ചെയ്യാതെ തന്നെ ചെയ്യാൻ കഴിയും. അതല്ലെങ്കിൽ നമുക്ക് പുതിയ അനിമേഷൻ നേരത്തെ ചെയ്ത പോലെ കൊടുക്കാനും പറ്റും. എന്തായാലും അതൊക്കെ നിങ്ങൾ ഇനി നിങ്ങളുടെ യുക്തിക്ക് ചെയ്യുക. ഇതെങ്ങനെ ചെയ്യാമെന്നതിൻ്റെ ഒന്നിൻ്റെ മാതൃകയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തന്നിട്ടുള്ളത്. അവസാനത്തെ സ്ലൈഡ് എങ്ങനെ നിർമ്മിക്കാമെന്ന് നോക്കാം. 3 മുതൽ 6 വരെയുള്ള സ്ലൈഡുകൾ നിർമ്മിച്ചതിന് ശേഷം അവസാനത്തെ സ്ലൈഡ് നമുക്ക് പുതിയൊരു ന്യൂ സ്ലൈഡ് എന്ന നിലക്ക് നിർമ്മിക്കുക. ഇനി വേണ്ടത് ഇവിടെ ഒരു ടെക്സ്റ്റ് ബോക്സ് വരച്ച് അതിൽ റെഫറൻസ് എന്ന് ക്ലിക്ക് ചെയ്യാണ്. ടെക്സ്റ്റ് ബോക്സ് വരച്ച് അതിൽ റെഫറൻസ് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ AI പേജ് തുറന്നു വരുന്നതിനുള്ള ഹൈപ്പർ ലിങ്ക് നൽകുകയാണ്. അപ്പോൾ ടെക്സ്റ്റ് ബോക്സ് എടുത്തു, നമ്മൾ ഇവിടെ വരച്ചു, ഇവിടെ റെഫറൻസ് എന്ന് ടൈപ്പ് ചെയ്തു. ഇനി ഈ ടെക്സ്റ്റ് ബോക്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ AI പേജ് തുറന്നു വരുന്നതിനുള്ള ഒരു ഹൈപ്പർ ലിങ്ക് നൽകുകയാണ് വേണ്ടത്. ആദ്യം നമ്മൾ നമ്മുടെ ജെമിനിയുടെ പേജിൽ പോകണം. ആ ചോദ്യങ്ങൾ കണ്ട് ഇവിടെ ഏറ്റവും മുകളിൽ ഷെയർ ക്യാൻവാസ് എന്ന് കാണും, ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഈ ലിങ്ക് ഇവിടെ കാണാം, കോപ്പി ലിങ്ക് എന്ന് ക്ലിക്ക് ചെയ്യാം. ഇത് ക്ലോസ് ചെയ്യാം, ഇത് മിനിമൈസ് ചെയ്യാം, ക്ലോസ് ചെയ്യുക ചെയ്യാം. എന്തായാലും ഇവിടെ വന്നതിന് ശേഷം ഈ ടെക്സ്റ്റ് ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. ഇൻസേർട്ടിൽ ഹൈപ്പർ ലിങ്ക്,
ഇവിടെ URL ഇൻ്റർനെറ്റ് ക്ലിക്കിൽ URL എന്നുള്ളതിൽ നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുക, ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇതിൻ്റെ ഫോർമാറ്റിംഗ് ഒക്കെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നിങ്ങൾക്ക് മാറ്റി കൊടുക്കാം, അന്ന് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, നേരത്തെ പറഞ്ഞാണ്. ഇനി നമുക്ക് സ്ലൈഡ് ഷോ ഒന്ന് കണ്ടു നോക്കാം. സ്ലൈഡ് ഷോയിൽ കറണ്ട് സ്ലൈഡ് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പേജ് തുറന്നു വരുന്നുണ്ടോ എന്ന് നോക്കാം. ക്ലിക്ക് ചെയ്യുന്നു, നോക്കൂ നമ്മുടെ പേജ് തുറന്നു വന്നു. അപ്പോൾ നമ്മുടെ പ്രസൻറ്റേഷൻ പൂർത്തിയായി. ഇത് 1, 2, 3 മുതൽ 6 വരെയുള്ള സ്ലൈഡ്, അങ്ങനെ 7 സ്ലൈഡ് ഉണ്ടാവും. ഇനി വേണ്ടത് ഇത് സേവ് ചെയ്യുകയാണ്. ഫയലിൽ സേവ് രജിസ്റ്റർ നമ്പർ _ബയോളജി ക്വിസ് എന്ന പേരിൽ സേവ് ചെയ്യാണ് വേണ്ടത്. ഞാനിവിടെ ഡോക്യുമെൻറ്റ്സിലാണ്, നിങ്ങൾ എവിടെയാണോ നിങ്ങൾക്ക് സൗകര്യം അവിടെ സേവ് ചെയ്യുക. ആ ഫയലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്.